ഹായ്. അപ്പോൾ ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ് കേട്ടോ. അപ്പോൾ തിരുവാതിര ദിവസത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ ഒന്നല്ല ഇപ്പോഴത്തെ തിരുവാതിര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നൊക്കെ തിരുവാതിര എന്ന് പറഞ്ഞാൽ നല്ലൊരു ആഘോഷമായിരുന്നു. ഇന്ന് നമ്മൾ തിരുവാതിരയൊന്നും അങ്ങനെ കൂടുതലായിട്ട് ആഘോഷിക്കാറില്ല. തിരുവാതിര എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും തിരുവാതിരയുടെ തലേ ദിവസം വരുന്ന ചോഴി, അതുപോലെ തന്നെ കൂവപ്പായസം, പുഴുക്ക്, തിരുവാതിര വ്രതം, തുടിച്ചുകുളി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ടിട്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ തിരുവാതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 ദിവസം മുന്നേയൊക്കെ ആയിട്ട് തന്നെ നേരത്തെ പുലർച്ചെ ഒരു 5 മണിക്കൊക്കെ കുളത്തിലൊക്കെ പോയിട്ട് തുടിച്ച് കുളിക്കുക. ധനുമാസത്തിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുള്ള സമയമല്ലേ, അപ്പോൾ അങ്ങനെയുള്ള തണുപ്പത്ത് പുലർച്ചെ പോയിട്ട് കുളിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ ആയിട്ട്, തിരുവാതിര കുറച്ച് ദിവസം മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ വീടുകളിലെ മുറ്റത്തൊക്കെ ചാണകമൊക്കെ തേച്ച്, നമുക്ക് തിണ്ടുണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ, ആ തിണ്ടിലൊക്കെ മണ്ണൊക്കെ മെഴുകി വൃത്തിയാക്കി അതിന് മുകളിൽ ചാണകമൊക്കെ തേച്ച് വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂവ പായസം വെക്കുന്നതിന് വേണ്ടിയിട്ട് കൂവയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് വൃത്തിയാക്കി പൊടിയാക്കി എടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു തിരുവാതിരയുടെ മുന്നേയായിട്ട് ചെയ്യാൻ. പിന്നെ തിരുവാതിരയുടെ തലേ ദിവസമാണെങ്കിൽ വരുന്ന ചോഴി, കുട്ടിക്കാലത്തൊക്കെ ചോഴീനെ നോക്കിയിരിക്കും കേട്ടോ. പേടിയാണ്, എന്നാലും അതിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം കൊണ്ട് നോക്കിയിരിക്കുമായിരുന്നു. എന്നിട്ട് അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസയൊക്കെ കൊടുക്കും. ഇപ്പോഴും ചോഴിയൊക്കെ വരാറുണ്ട് കേട്ടോ വീടുകളിലൊക്കെ. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ മുന്നേയൊക്കെ തിരുവാതിരയ്ക്ക്. തിരുവാതിരയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ശിവഭഗവാന്റെ പിറന്നാളാണ്. മാത്രമല്ല ശിവപാർവതി പരിണയം നടന്ന ദിവസം കൂടിയാണ് തിരുവാതിരയായിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്ത്രീകളുടെ ഒരു ഉത്സവമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ കൂടുതലായിട്ടും സ്ത്രീകളാണ് തിരുവാതിര വ്രതം നോൽക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അന്നത്തെ ദിവസം രാവിലെ പുഴുക്ക്, പായസം, കൂവപ്പായസം ഇതൊക്കെ കഴിച്ച്, ഉച്ചയ്ക്കാണെങ്കിലും അരിഭക്ഷണം കഴിക്കാതെ, രാത്രിയാണെങ്കിലും അരിഭക്ഷണം കഴിക്കാതെ, അങ്ങനെ നമ്മൾ തിരുവാതിരയ്ക്ക് വ്രതമൊക്കെ നോൽക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു ഊഞ്ഞാലാട്ടം, ഊഞ്ഞാലിട്ടിട്ട് ഊഞ്ഞാലാടൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ തിരുവാതിര സമയമാകുമ്പോൾ. ഇതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ തിരുവാതിരയ്ക്ക്. തിരുവാതിര കളിക്കുക, അതുപോലെ തന്നെ തിരുവാതിരയുടെ തലേ ദിവസം ഉറക്കം ഒഴിച്ചിരുന്നിട്ട് എത്രയോ 101 വെറ്റില മുറുക്ക്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉറക്കം ഒഴിക്കുന്നില്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ചോഴികൾ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഈ തിരുവാതിരയുടെ പുറകിൽ. അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സ്ത്രീകൾ വ്രതം നോൽക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും നല്ലൊരു കുടുംബ ജീവിതത്തിനും വേണ്ടിയിട്ടാണ് ഇത് നോൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ കന്യകകളായ കുട്ടികൾ വ്രതം നോൽക്കുന്നത് ഇഷ്ടമാംഗല്യ സിദ്ധിക്ക് വേണ്ടിയാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് തിരുവാതിരയെ കുറിച്ചിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ കേട്ടോ. ഇന്നിപ്പോൾ ഞങ്ങളാണെങ്കിൽ തിരുവാതിരയായിട്ട് കൂവപ്പായസം ഉണ്ടാക്കി, പുഴുക്ക് വെച്ചു, പപ്പടം, പഴം, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൊരു കുഞ്ഞു തിരുവാതിര ആഘോഷങ്ങൾ, രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ തിരുവാതിര വിശേഷങ്ങൾ.